ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പരിപാടി എന്താ പറയുക, രാവിലെ ചായക്കുള്ള കടി ഉണ്ടാക്കുന്ന തിരക്കിലാട്ടൊന്ന്. ഇന്നിപ്പോൾ ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കാൻ നേരത്തെ മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇഡ്ഡലി ചെമ്പിൽ വെള്ളമൊക്കെ ആക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടായി വരേണ്ട താമസം കേട്ടോ, നമുക്ക് ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വയ്ക്കാം. പക്ഷേ ഇന്ന് ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിലല്ല കേട്ടോ വയ്ക്കുന്നത്. ഇന്ന് ഞാൻ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിലെ കുഴിയിലാണ് കേട്ടോ ഉണ്ടാക്കില്ല. അപ്പോൾ ഇന്ന് ഞാൻ മാറ്റിപ്പിടിച്ച് ഇലയിൽ ഉണ്ടാക്കാൻ നിന്നിട്ട്. അപ്പോൾ ഞാൻ അമ്മയോട് ഇലയിൽ ഉണ്ടാക്കില്ല വെച്ചപ്പോൾ അമ്മ ആ ഇലയൊക്കെ പൊട്ടിച്ചോടുന്ന് ഒക്കെ കഴുകി തുടച്ച് എണ്ണയൊക്കെ പറ്റി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ എൻ്റെ നൂൽപുട്ടിൻ്റെ അച്ഛൻ്റെ തിരിക്കുന്ന സാധനം അന്ന് വീഴാൻ വേണ്ടിയിട്ട് നിലത്തേക്ക് പോയിട്ടോ. മാവ് കൊഴിഞ്ഞൊന്നും അടിയില്ല കേട്ടോ ഭാഗ്യത്തിന്. അപ്പോൾ ഒന്നും കൂടി അത് തിരിച്ച് ഓരോ ഇലയിൽ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കട്ടെ. പരത്തിനനുസരിച്ച് ഞാൻ അതിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒന്നും കൂടി പരത്തി കൊടുത്തു. അപ്പോൾ തേങ്ങയൊന്നും എന്താ പറയുക, ഒരു തേങ്ങ മുറി ഇരിക്കേണ്ടതാണ്. അപ്പോൾ അത് കേടന്ന് പോകേണ്ട വെച്ചപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് തേങ്ങ കൂടി ഇട്ടെടുത്തോ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങണ നൂൽപുട്ടിൽ തേങ്ങ നിറില്ല കേട്ടോ. വെറും ഒരു നൂൽപുട്ട് വലിയതാക്കിയിട്ട് അപ്പം പോലെ ഉണ്ടാക്കണ നൂൽപുട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. അത് അങ്ങനെ കഴിക്കാനൊരു പൂതി. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ഉണ്ടാക്കാൻ നേരിട്ടോ. അപ്പോൾ അതാ ഓരോന്നോരോന്നും ഇങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചാൽ അമ്മ ഇങ്ങനെ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു 2 ട്രിപ്പിൽ പോകട്ടോ, ഉണ്ടാക്കൽ വേഗം കഴിയും. പക്ഷേ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടില കുഴിയിലുണ്ടാക്കുമ്പോൾ ഒരു 3-4 വട്ടം നമ്മൾ ഉണ്ടാക്കാൻ നിൽക്കാം കേട്ടോ. ഭയങ്കര മെനക്കെട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാലും വേണ്ടില്ല, എന്താ പറയുക, നൂൽപുട്ട് തിന്നാൻ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയായാലും ഞാൻ ഉണ്ടാക്കും. പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാനൊരു പൂതി. അപ്പം ഇന്ന് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി വെക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ നിന്നത്. അപ്പം ഞാനും അമ്മയും കൂടെ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മ ഞാൻ എന്തെങ്കിലും ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അമ്മയും കൂട്ടും. ദോശയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് മതിയല്ലോ. അപ്പോൾ ഇങ്ങനത്തെതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒപ്പം ഒരാൾ വേണം. അപ്പോൾ അമ്മ ഉണ്ടാക്കാൻ കൂടുന്നു കേട്ടോ, സഹായിക്കാൻ. പിന്നെ അമ്മ എന്താ പറയുക, നമ്മൾ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ എന്ത് പണികൾ ചെയ്യുകയാണെങ്കിലും ഒപ്പം കൂട്ടോ സഹായിക്കാൻ. അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ പരത്തി കൊടുക്കേണ്ട അമ്മ അതിങ്ങനെ ഓരോന്നിങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ട്രിപ്പിൽ ഒരു 5-6 പോകുന്നുണ്ടെ. അപ്പം അമ്മ ഓരോന്ന് ഇടുന്നതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇട്ട് ചെമ്പിക്ക് ഇറക്കി കേട്ടോ. ഇത് പരത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ അതിന് കുറച്ച് താമസമുണ്ട്. അപ്പോൾ അതിങ്ങനെ ഓരോന്നിങ്ങനെ പരത്തിക്കൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ കുറേ ഇല മുറിച്ചിട്ട് കൊടുന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ട്രിപ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രിപ്പിൽ നമുക്ക് പരത്തി വെക്കുകയാണെങ്കിൽ വേവേ ആകുമല്ലോ വിചാരിച്ചിട്ടേ. അപ്പോൾ ഒന്ന് എന്താ പറയുക, മക്കൾക്കാണെങ്കിൽ സ്കൂളിലെ ദിവസമാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ, ഈ നൂൽപുട്ട് ഉണ്ടാക്കലൊക്കെ. അല്ലെങ്കിൽ ഇവർക്ക് മക്കൾക്ക് രാവിലെ നേരത്തെ പോകാനുള്ള കാരണം നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാൻ നിന്ന് സമയം വഴുകും വിചാരിച്ചിട്ട് ഞാൻ സ്കൂളിലെ സമയം നോക്കിയിട്ടാണ് നൂൽപുട്ട് ഉണ്ടാക്കൽ. അപ്പോൾ അതാണെങ്കിൽ ഇന്ന് ചിക്കൻ കറി ഇരിക്കുന്നുണ്ട് കേട്ടോ. തലേദിവസം ഉണ്ടാക്കി വെച്ച ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കറി ഒന്നുകൂടി ഇങ്ങോട്ട് നീട്ടിയാൽ നമുക്ക് നൂൽപുട്ടിക്ക് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ഇന്ന് നൂൽപുട്ടും ചിക്കൻ കറിയും കൂടി ആയിക്കോട്ടെ എന്ന് കരുതിട്ടോ. അപ്പോൾ അതൊരു ട്രിപ്പ് വെച്ചിട്ടുണ്ട്. അടുത്ത ട്രിപ്പ് ഇതാ ഞാൻ എല്ലയിലൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അത് ആയി എടുക്കുമ്പോഴേക്കും നമുക്ക് ഇത് വേഗം വെച്ചെടുക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ പരത്തിക്കുകയാണ്. പക്ഷേ മറ്റേ ഇഡ്ഡലി ചെമ്പിലാണെങ്കിൽ തട്ടിലാണെങ്കിൽ നമ്മൾ ഒരു ട്രിപ്പ് കഴിഞ്ഞ് അതൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ ഒന്ന് എണ്ണ പരട്ടിയിട്ട് വേണം രണ്ടാമത്തെ ട്രിപ്പ് ഇടാൻ. പക്ഷേ ഇതതിൻ്റെ ആവശ്യമില്ല. ഇലയിലാകുമ്പോൾ ഒരു ട്രിപ്പ് വെച്ച് പിന്നെ അടുത്ത ട്രിപ്പ് നമുക്ക് പിന്നെ അങ്ങനെ പരത്തി വയ്ക്കുകയാണെങ്കിൽ പിന്നെ അത് എടുത്തു കഴിഞ്ഞാൽ വെക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ അതാ ഒരു ട്രിപ്പ് ആയിട്ട് അമ്മ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. ഭയങ്കര ചൂടുണ്ട്, ഭയങ്കര തിളച്ച വെള്ളം അടിയില്ല. അപ്പോൾ അതിൻ്റെ ആവി ഇങ്ങനെ കയ്യിലേക്ക് ഇറങ്ങുന്നുണ്ട് പറഞ്ഞിട്ടേ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ അതാ കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടോ നൂൽപുട്ട്. പക്ഷെ ഇത് ഉണ്ടാക്കാനും ഭയങ്കര പണിയുള്ള കാര്യമാണ്. അപ്പോൾ അതാ അങ്ങനെ ഞങ്ങൾ നൂൽപുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നൂൽപുട്ടൊക്കെ ആയി കഴിഞ്ഞ ശേഷം ഞാൻ ചിക്കൻ കറി ഒന്ന് ചൂടാക്കി എടുക്കാൻ കുറച്ചും കൂടി മസാലയൊക്കെ കൂട്ടി കുറച്ചും കൂടി വെള്ളമൊക്കെ കൂട്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി നീട്ടിട്ടോ കറി. കാരണം കറി തികയില്ലായിരുന്നു, കുറച്ച് കറി ഉണ്ടായിരുന്നു കേട്ടോ. പുറത്താണെങ്കിൽ നല്ല പെരും മഴ കേട്ടോ. എന്ത് മഴയെന്ന് പറയാം. മക്കളൊക്കെ അതാ പല്ലൊക്കെ തേച്ച് റെഡിയായി വന്നിട്ട് ചായക്ക് എന്താ കറി വെച്ചു. അപ്പോൾ നൂൽപുട്ടും ചിക്കൻ കറി എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ വേഗം തരാൻ പറയാം കേട്ടോ. അത് അമ്പാടി ഇതങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അമ്പാടിക്ക് ആദ്യം ഇത് നൂൽപുട്ടിൻ്റെ ചെറിയ പൊട്ടും ഒരു ഗ്ലാസ് ചായയും കൊടുത്തു. ഓന് പിന്നെ രാവിലെ നീച്ച് കഴിഞ്ഞാൽ ചായ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അത് ഓന് ഞാനൊരു ചെറിയ കഷ്ണം നൂൽപുട്ടിൻ്റെ പകുതിയും കൊടുത്തു, ചായയും കൊടുത്തു. ഓൻ അവിടെ പോയിട്ടിരുന്ന് കഴിക്കണ്ടായിരുന്നു പുറത്തോട്ട്. ഇനി ഞങ്ങളെ കൂടെ ഒരു ട്രിപ്പ് കഴിക്കട്ടോ. അപ്പോൾ ഇതാ സോനു ഇതാ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പൂസും അമ്പാടിയും കൂടി ഇത് അപ്പുറത്തിരുന്ന് കഴിക്കണം കേട്ടോ. അമ്പാടിക്ക് ഞാൻ പിന്നെ വെറുതെ ഒന്ന് പാത്രത്തിൽ വെച്ചെടുത്തത്. ഓൻ അതിൻ്റെ ഇറച്ചി മാത്രം മതി, ഇറച്ചി കഷ്ണം മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇറച്ചി എന്ന് പറഞ്ഞ് പിന്നാലെ എടുക്കണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഇറച്ചിട്ട് കൊടുത്തു. അപ്പോൾ അതാ മക്കളവിടെ കഴിക്കുന്നുണ്ട് കേട്ടോ. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി നൂൽപുട്ടും ചിക്കൻ കറി. അമ്പാടിക്ക് പിന്നെ ചോദ്യം മാത്രം കേട്ടോ, കുറേ വേണമെന്ന് പറയും. എന്നിട്ട് ഇതാ ഒരു വലിയ നൂൽപുട്ട് നോക്കിയിട്ടാണ് എടുത്തോണ്ട്. പിന്നെ ഇതാ കറി അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇറച്ചി മതിയായിട്ട് ഞാൻ ഇറച്ചി 5-6 കൊടുത്തു. അതൊക്കെ അവിടെ ഇട്ടിട്ട് ആൾ പോയി നിൽക്കുകയാണ്, തെറ്റിയിട്ട് പോയി നിൽക്കട്ടെ. എന്തോ ഞാൻ പറഞ്ഞതിന് ഇപ്പോൾ തെറ്റിയിട്ട് പോയി നിൽക്കുകയാണ്. അപ്പോൾ അതാ സോനു അവിടെ കൊച്ചു TV കണ്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ചിക്കനും അതേപോലെ
ഇതൊക്കെ നൂൽപുട്ടോ പത്തിരിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ സ്കൂളില്ലാത്ത ദിവസം നോക്കി ഉണ്ടാക്കുക ചെയ്യട്ടോ. കാരണം മക്കൾക്ക് സമാധാനത്തിൽ കഴിക്കാമല്ലോ വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ഇവനെ ധൃതി പിടിച്ച് കഴിച്ചിട്ട് വണ്ടി വരും എന്നിട്ട് മണ്ട ഓട്ടപ്പെടെ രാവിലെ ചിലപ്പോൾ നിന്നിട്ടൊക്കെ ചാടിച്ചിട്ടാണ് ഓടുക. അപ്പോൾ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ ലീവുള്ള സമയങ്ങളിലാട്ടോ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അത് അമ്മയ്ക്ക് പിന്നെ കറി വേണ്ടായിരുന്നു. അപ്പോൾ അമ്മ നൂൽപുട്ട് മാത്രം എടുത്തിട്ടാണ് കഴിക്കുന്നത്. കാരണം അതിൽ തേങ്ങയുള്ള കാര്യം നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അമ്മ കറി ഇല്ലാതെ അങ്ങനെ കഴിക്കുന്നുണ്ട്. ഞാനും സോനും അമ്പാടിയും ഒക്കെ ചിക്കൻ കറി എടുത്തുട്ടോ. അപ്പോൾ അമ്പാടി തെറ്റലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നല്ല മുണ്ടി ഇപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ വന്ന് മടിയിലൊക്കെ ഇരുന്ന് ചായയും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിട്ടുണ്ട്. അടുത്ത വീഡിയോ